ജിയോ ഡിസ്കവറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളൊരു തുർക്കിഷ് റെസ്റ്റോറന്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ലൈബീരിയ തന്നെ ഉള്ള ഒരു പുതുതായിട്ട് വന്ന റെസ്റ്റോറന്റ് ആണ് ഇപ്പം ഇസ്താംബുൾ എന്ന് പറഞ്ഞ റെസ്റ്റോറന്റ്. അപ്പം അവിടെ എന്തൊക്കെ ടേസ്റ്റ് ആണ് അവൈലബിൾ എന്ന് അറിയാൻ ഞങ്ങൾക്ക് ഒരു ക്യൂരിയോസിറ്റി. ഞങ്ങളിപ്പം ഇതുവരെ തുർക്കിഷ് ടേസ്റ്റുകളൊന്നും ട്രൈ ചെയ്തില്ല, ഫുഡുകളൊന്നും ഞങ്ങൾ ട്രൈ ചെയ്തില്ല. അപ്പൊ അത് നിങ്ങളെ കൂടെ കാണിക്കാവുന്ന ഒരു ഐഡിയയിലാണ് ഇന്നിപ്പോൾ ഒരു വീഡിയോ ചെയ്തത്. ചെറിയൊരു വീഡിയോ ആയിരിക്കും, ഞങ്ങൾ ഇത് മാത്രമേ കാര്യമായിട്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് വേറെ ഒന്നും ചെയ്യാനുള്ള ഒരു ടൈം കിട്ടില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ കടന്നാലോ. ഗൈസ്, ഇതാ നമ്മളെ ഇവിടുത്തെ ഒരു ടിപ്പിക്കൽ കാഴ്ചയാണ് പറഞ്ഞാൽ ഒരു മുടി കെട്ടുന്നത്. ആ ഒരു കാഴ്ചയും കൂടെ ഉൾക്കൊള്ളിക്കാൻ തിരിച്ചു. ഓ, ആര്യക്ക് കെട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ഇതുപോലെ ആര്യ അതിനു വേണ്ടി ചോദിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയാന്നൊക്കെ. ആര്യൻ്റെ മുടിയും കൂടെ അതുപോലെ ഒന്ന് കെട്ടിയാലോ ഒന്ന്. $15 ഇങ്ങനെ മുടി കെട്ടാൻ ഗൈസ്. 1 മണിക്കൂർ പിടിക്കുന്നതാണ് അവർ പറയുന്നത് ചോദിച്ചപ്പം. അങ്ങനെ ഫുള്ളായിട്ട് കെട്ടണമെങ്കിൽ. ദർശിഭാഗത്ത് അരുത്ത് നിന്ന് നോക്കുന്നുണ്ട് എന്തൊക്കെയാണ്, എന്താ പരിപാടി എന്നൊക്കെ. ഗൈസ്, നമ്മളങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ എത്തി. ഏകദേശം നമ്മളങ്ങനെ റെസ്റ്റോറൻറ്റിലേക്ക് നടക്കുകയാണ്. ഇവിടെ റോഡ് സൈഡ്, ഹൈവേ സൈഡ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ പാർക്കിംഗ് വന്നിട്ട് ബാക്ക് സൈഡിലാണ്. ഞങ്ങളവിടെ പാർക്ക് ചെയ്തിട്ട് മുന്നോട്ട് നടക്കുക റെസ്റ്റോറൻറ്റിലേക്ക്. റെസ്റ്റോറന്റിൽ എത്തിയിരിക്കുകയാണ്. നമ്മളിത് അവിടെ എത്തി. ഏകദേശം നമ്മളിതാ ഇനി ഇരിക്കാനുള്ള സെറ്റപ്പ് നോക്കുകയാണ്. എവിടെയാണ്, അകത്തിരിക്കണോ അല്ലെ പുറത്തിരിക്കണോ എന്ന്. പുറത്തിരിക്കുക. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ്. പുറത്തിരിക്കാനുള്ള ടേബിൾസ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ ഇവിടെ അകത്തും സ്പേസ് ഉണ്ട്. അകത്ത് ഞാൻ കാണിച്ചിട്ട് പുറകില് ഈ കാണുന്നൊക്കെ അകത്തുള്ള സ്പേസുകളാണ് നിങ്ങൾക്ക്. പിന്നെ നമുക്ക് നോക്കാം, നമുക്ക് എവിടെയാണ് കംഫർട്ടബിൾ നോക്കാം. പുറത്തിരിക്കാൻ ഭയങ്കര നോയ്സാണ്. വണ്ടികളുടെ ഈ സൗണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ എടുക്കുമ്പോൾ. അപ്പോൾ നോക്കിയിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാം. ഗൈസ്, അങ്ങനെ നമുക്ക് മെനു കൊണ്ട് തന്നിട്ടുണ്ട്. ഇതിൽ വന്നിട്ട് അപ്പിറ്റൈസർ, അതേപോലെ തുർക്കിഷ് പീത്ത ബ്രെഡ് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന സംഗതി, അത് വെച്ചിട്ടുള്ള കുറേ ഫുഡ് ഐറ്റംസ്, അതേമാതിരി ഷവർമയും അവിടുത്തെ കുറേ വെറൈറ്റി ഫുഡുകളൊക്കെയാണ് ഈ മെനുവിൻ്റെ അത് കാണിക്കുന്നവർ. പിന്നുള്ളത് ശീഷ ഉണ്ട്, അതുപോലെ തന്നെ ഡ്രിങ്ക്സ്, പിന്നെ മീറ്റ് ഷവർമ, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. ഒരുപാട് സംഗതികളുണ്ട്. വലിയ എക്സ്പെൻസീവ് അല്ല സത്യം പറഞ്ഞാൽ റേറ്റ് കമ്പയർ ചെയ്യുമ്പം. അപ്പം ഞങ്ങളിപ്പം പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു സ്പെഷ്യൽ ഒരു ഫുഡുണ്ട്. അതായത് ഇസ്താംബുൾ സ്പെഷ്യൽ കബാബ് എല്ലാം കൂടെ തന്നിട്ടുള്ള ഒരു കോംബോ പാക്കാണത്. അപ്പോൾ ഞങ്ങളത് 2 പേർക്ക് കഴിക്കാണ്ടാവുന്നുണ്ട്. അങ്ങനെ ഞങ്ങളത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വന്നിട്ട് അത് കഴിച്ചു നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ട്, എന്താണ് അവസ്ഥ എന്നൊക്കെ. അപ്പം നോക്കിയിട്ട് ഞങ്ങൾ ബാക്കിയുള്ള കൂടുതൽ കമൻറ്റുകൾ പറയാം. ഓക്കെ. അപ്പോൾ ഗൈസ്, ഞങ്ങളിവിടെ എത്തിയപ്പോഴാണ് ഇവിടെ ഒരു മലയാളി വർക്ക് ചെയ്യുന്നുണ്ട് അറിയുന്നത്. അപ്പോൾ പേര് അനൂപ് അല്ലേ? ഓക്കെ. ഇപ്പം ഞങ്ങൾക്ക് ഈ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഡെലിവറി, എങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് റേറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, എന്തൊക്കെ ഫുഡുകളുണ്ട് എന്നൊക്കെ ഒരു വിവരണം ജസ്റ്റ് എന്താണെന്നുള്ളത്. നമ്മളിത് 13th സ്ട്രീറ്റിലാണ്, സിങ്കോർ 13th സ്ട്രീറ്റ്. ഓക്കെ. നമുക്ക് ഡെലിവറി ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളിപ്പം ഈ മെനുവിലുള്ള ഏത് ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡെലിവറി ചെയ്തോളൂ എല്ലാം ഉണ്ട്. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ എടുത്ത് ഓർഡർ ചെയ്ത ഫുഡെല്ലാം ഡെലിവറി ചെയ്യും എല്ലാം ഉണ്ട്. ഓക്കെ, അത് അടിപൊളി. അപ്പൊ ഇവിടെ വന്നിട്ട് കുറെ നാളെ എത്ര ഞാൻ ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 1 മാസം. ഇത് ഇപ്പൊ ഓപ്പൺ ചെയ്തിട്ട് 3 മാസം. 3 മാസം അല്ലേ?
ഇപ്പം തുർക്കിഷ് മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നല്ലേ? ടർക്കിഷ് ഫുഡ് മാത്രം ആണല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും അനൂപ് ഉണ്ടാവും ഇവിടെ. എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ വന്നിട്ട് ആർക്കും ചോദിക്കണമെങ്കിൽ അറിയണമെങ്കിലൊക്കെ അനൂപിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അതെ, ഇവർക്ക് ടർക്കിഷ് റെസ്റ്റോറന്റ് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് ഇവർക്ക്. അപ്പൊ അതിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമല്ല കാണും ചെയ്യാം. അപ്പൊ ബാക്കി എല്ലാവരും ഫോളോ ചെയ്യുക. അപ്പം അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ അവർ അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ മെനു എല്ലാം അതിൽ തന്നെ എല്ലാം അപ്ഡേറ്റഡ് ആണ്. അപ്പം എല്ലാവരും ഒന്ന് കയറി നോക്കുക. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അവരെ പേജിന്റെ ലിങ്കും കൂടെ. ഓക്കെ. ഗൈസ്, അങ്ങനെ ഞങ്ങൾക്ക് ഒരു ബ്രെഡ് കൊണ്ടു തന്നിട്ടുണ്ട്, വലിയൊരു ബ്രെഡ്. അതുപോലെ തന്നെ കുറേ പിക്കിൾസ്, അതുപോലെ കുറേ ഇവരുടെ കുറേ ക്യാബേജ് വെച്ചിട്ടുള്ള ഒരു ഐറ്റം, അതായത് ബീട്രൂട്ടിൻ്റെ പിക്കിൾസ് ആണ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നുള്ളത് ഇവരുടെ ലൈബീരിയൻ പെപ്പർ ഉണ്ട്. ഇവിടെ ലൈബീരിയയിൽ എല്ലാ സ്ഥലത്തും കിട്ടുന്ന സംഗതി തന്നെ. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്തത് വരാണ്ട് ബാക്കി വിഷ്വൽസ് വരുമ്പോൾ എടുക്കാം. ഇത് തുർക്കിഷ് ബ്രെഡാ. സംഗതി കണ്ടിട്ട് അടിപൊളി കേട്ടോ, രക്ഷയില്ല കാണാൻ തന്നെ. ഗൈസ്, അപ്പോൾ നമുക്കിതാ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റം വന്ന് ഒരു രക്ഷയില്ല, അടിപൊളി സെറ്റപ്പ് ആട്ടോ. നോക്കി നോക്കി കാണാമല്ലോ ഏകദേശം. ആരെയും ദർശകം ഇവിടെ തരുത്ത് നിൽക്കുന്നുണ്ട്. അതെ, അടിപൊളി സെറ്റപ്പ്സ് ആണ്. ഇനി ഞങ്ങൾ കഴിച്ച് നോക്കിയിട്ട് ബാക്കി അതിൻ്റെ വിവരം പറഞ്ഞുതരാം. ആര്യ ഗൈസ് ബ്രെഡിന് മുകളിൽ കിടന്ന് മെനക്കിടുന്നുണ്ട്. വേറെ ഒന്നും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല ആര്യക്ക്. ദർശക കയ്യിലുള്ളതിനുണ്ട് ആര്യ കിടന്ന് കഷ്ടപ്പെടുക. രക്ഷയില്ല സംഗതി. ടേസ്റ്റ് അടിപൊളിയാണ്, ഒന്നും പറയാനില്ല കേട്ടോ. അതുപോലെ ഒരു പീസൊക്കെ എടുത്ത് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് സത്യം പറഞ്ഞാൽ ഇതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എല്ലാം നമ്മൾ ഗ്രിൽഡ് ഐറ്റംസ് ആണ്. ഇതിൽ കബാബ് വരുന്നുണ്ട്, റോസ്റ്റഡ് മീറ്റ് വരുന്നുണ്ട്, ചിക്കൻ വരുന്നുണ്ട്, ചിക്കനൊക്കെ ഒരുപാട് ഐറ്റംസ് ഒന്നിച്ചിട്ടാണ്. പിന്നെ അതിൻ്റെ കൂടെ റൈസ്, പിന്നെ ഈ പറയുന്ന ബ്രെഡ്, അതുപോലെ തന്നെ ഇവരുടെ ഫ്രഞ്ച് ഫ്രൈസ്, അങ്ങനെ കുറേ സംഗതികൾ ഒന്നിച്ചിട്ട് ഒരു ഐറ്റം. അടിപൊളി സാധനം, കഴിച്ചിട്ട് മുതലാക്കാൻ പറ്റിയ സാധനം. ദർശിവ് പറയൂ, ദർശിവ ടേസ്റ്റ് ആണ്. ദർശിവ അടിപൊളിയാ, ടേസ്റ്റ് സൂപ്പറാ. ആദ്യം കുറച്ച് തിരക്കിലാണ്, ആദ്യം മൈൻഡ് ചെയ്യാൻ നേരില്ല.
കബാബ് ഒന്നും രക്ഷില്ലത് ആരെയും പെട്ടിരിക്കുക നമ്മുടെ ഗർഭിണി സമ്മതിക്കില്ല ഒന്നിനും കുടുങ്ങിയിരിക്കണം. ഞങ്ങൾ ചെയ്യത്തില്ല ഇതിന് കൂടെ കഴിക്കാൻ തുർക്കിഷ് ടീ സൂപ്പർ. അടിപൊളി ഫുഡായിരുന്നു. ഞങ്ങൾ നല്ല എൻജോയ് ചെയ്ത് ഒരു രക്ഷയില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല എന്തായാലും വീഡിയോയിൽ. സൂപ്പർ ഫുഡായിരുന്നു. അപ്പോൾ അതാ കഴിച്ചിറങ്ങാൻ ഞങ്ങൾ ഇനി നേരെ പുറത്തൊന്ന് ജസ്റ്റ് ഒന്ന് ചെറിയൊരു ഡ്രൈവ്, അതും കഴിഞ്ഞ് നേരെ വീട്ടിൽ പോകാന്നുള്ള പരിപാടിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പുറത്തേക്ക് പോകും. അങ്ങനെ ഇറങ്ങാൻ തുർക്കിഷ് ഫുഡും കഴിച്ചാരിയ കഴിച്ച് ഞങ്ങളത് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് അടിപൊളിയായി ഉഷാറായി ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. ഞങ്ങളിനി നേരെ വണ്ടീൻ്റെ അടുത്തേക്ക് പോവാണ്. ഇനി വണ്ടി എടുത്ത് ജസ്റ്റ് ഒരു ഡ്രൈവ് പോകാന്നൊരു പ്ലാനാണ്. നോക്കാം, നമുക്ക് പറ്റുകയാണെങ്കിൽ ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോവാം. എന്നിട്ട് അത് കഴിഞ്ഞ് നേരെ വീട് പിടിക്കാം. അപ്പോൾ ഞങ്ങൾ ആ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് തിരിച്ചിറങ്ങി ഒരു ചെറിയ ഡ്രൈവ് പോയി. പക്ഷേ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു, കാരണം ഭയങ്കര റഷായിരുന്നു റോഡെല്ലാം. അപ്പോൾ അത് കാരണം വീഡിയോ ഒന്നും എടുത്തില്ല അധികം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ പോകുന്നതിന് മുന്നേ നമുക്ക് ഔട്ട്റോം കൂടെ പറഞ്ഞിട്ട് നിർത്താമെന്നുള്ള രീതിയിൽ നിർത്തിയാണ് വണ്ടി. ഇപ്പം ഞങ്ങളിത് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് നേരെ പോവാണ്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ പതിവ് പോലെ തന്നെ ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ കമൻറ്റുകളൊക്കെ ഞങ്ങളെ അറിയിക്കുക. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഞങ്ങളെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്നൊക്കെ ഞങ്ങളെ കമൻറ്റിൽ കൂടെ അറിയിക്കുക. അപ്പം പതിവ് പോലെ തന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ, വീണ്ടും സന്ധിക്കും വരെ, വണക്കം. പറയാന്ന് അവിടെ കഥ പറഞ്ഞിരിക്കുക. ഞാൻ ഓനെ ചിരിപ്പിക്കാൻ നോക്കിയതാ. ഓക്കെ, ഹലോ ഗൈസ്. ഈ ആക്ര കാണിക്കില്ലേ? എന്താ പറയുന്നല്ലേ നോക്കിയാ? എന്താ പറഞ്ഞോ, എന്താ പറയുന്നത്?